വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഒരാഴ്ച തികയുമ്പോൾ കൂടുതൽ മൃതദേഹം കണ്ടെടുക്കുന്നു, ശരീരഭാഗം കണ്ടെടുക്കുന്നു. അല്പസമയം മുൻപ് വന്ന വാർത്ത ന്യൂ വില്ലേജ് പരിസരത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്നതാണ്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, ഈ മൃതദേഹം ആരുടേതാണത്? സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നതൊക്കെ തിരിച്ചറിഞ്ഞോ? നിലവിൽ കണ്ടെത്തിയ മൃതദേഹം പുരുഷന്റേതാണ്. താടിയൊക്കെ വെച്ച ഒരാളാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലാണ് പകർത്തിയിട്ടുള്ളത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പുരുഷന്റെ മൃതദേഹം എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. ഇതിനുശേഷം ഈ മേഖലയിൽ തന്നെ നടത്തിയ തെരച്ചിൽ ഏതാണ്ട് ഒരു 4 വീടപ്പുറം ഒരു മൃതദേഹം കൂടി വന്നടിഞ്ഞിട്ടുണ്ട്. പുഴ ഗതി മാറി ഒഴുകിയ പ്രദേശമാണിത്. ഈ പ്രദേശത്താണ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ എങ്കിൽ 2 മൃതദേഹം രാവിലെ തന്നെ നടത്തിയ തെരച്ചിൽ ഫയർഫോഴ്സും NDRF-ഉം ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലിലാണ് 2 മൃതദേഹം കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഈ മേഖല എന്ന് പറയുന്നത് ചൂരൽമലയ്ക്ക് താഴെയുള്ള പ്രദേശമാണ്. ന്യൂ വില്ലേജ് പ്രദേശം പുഴ ഗതി മാറി എത്തിയ പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും CHC-യിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇത് ഒഴുകിയെത്തിയതാണെന്ന് അറിയില്ല. ഒരു വീടിന്റെ ചുമരിനോട് ചേർന്ന് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുർജിത്ത് പങ്കുവയ്ക്കുന്ന വിവരം ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു, അതായത് 2 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മൃതദേഹം പൂർണ്ണമായി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു മൃതദേഹം എടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ്. അതിൽ ഒരു മൃതദേഹം പുരുഷൻ്റേതാണ്. അത് ഇതിനോടകം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.